നമ്മുടെ കയ്യിൽ ഒരു കപ്പ് കടലയും കുറച്ച് പഴം ഉണ്ടെങ്കിൽ ഇന്നേ വരെ കഴിച്ചിട്ടില്ലാത്തൊരു കിഡിലൻ 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. അതിൻ്റെ മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഈ റെസിപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു കപ്പ് കടല നല്ലപോലെ ഒന്ന് വെള്ളത്തിൽ കുതിർത്തി എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 8 മണിക്കൂറൊക്കെ ഉണ്ടാവും കേട്ടോ. നമുക്ക് രാവിലെയാണ് ചെയ്യുന്നതെങ്കിൽ രാത്രി തന്നെ വെള്ളത്തിലിട്ട് വെക്കാം. അത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളമൊക്കെ ഒഴിച്ചിട്ട്, നമുക്ക് ഓവർ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഒരു 1/2 കപ്പ് 1/4 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇതൊന്ന് ഇതേപോലെ അരഞ്ഞ് കിട്ടുന്ന രീതിക്കുള്ളൊരു വെള്ളം ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ ഒരു പാലാക്കി മാറ്റണം ഇത്. അപ്പോൾ അതിൻ്റെ ചണ്ടികളൊക്കെ ഒന്ന് മാറ്റിയിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്ക് നല്ലൊരു പാലാക്കിയിട്ട് മാറ്റണം. അതാണ് നമ്മൾ ചെയ്യേണ്ട അടുത്ത പ്രോസസ്സ്. അപ്പോൾ ഇത് കുറച്ച് 1-2 വട്ടം നമ്മളൊന്ന് അരച്ചെടുക്കാൻ വേണ്ടി കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. കാരണം നല്ല പാല് രൂപത്തിൽ ഓവർ ചണ്ടി ഒന്നും കുടുങ്ങാതെ നമുക്ക് ഓവർ വെള്ളവും ചേർക്കാതെ വേണം ഇങ്ങനെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ പാല് നമുക്ക് ഇവിടെ ഒന്ന് മാറ്റി വെക്കാം കേട്ടോ. മാക്സിമം കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ ഒരു പാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ജസ്റ്റ് ഒന്ന് വാട്ടിയിട്ടെടുക്കാം. ഓവർ വാടി കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി കേട്ടോ. അതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇനി ഒരു സോസ് പാനിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കടലേൻ്റെ പാല് ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതൊന്നും കൂടി ഒന്ന് അരിച്ചിട്ട് തന്നെയാണ് ചേർക്കുന്നത്. മാക്സിമം തരികളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഒരു ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓൺ ചെയ്ത് ആ സമയം മുതൽ നമ്മളിത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് അടി കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. മൈദപ്പൊടി ആണെങ്കിലും പ്രശ്നമില്ല. ഇനി കോൺഫ്ലവറൊക്കെ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഞാൻ ഇവിടെ ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം അതും നല്ലപോലെ കട്ടൊക്കെ ഒന്ന് ഒടിഞ്ഞ് കിട്ടാൻ വേണ്ടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ മിക്സായിട്ട് കിട്ടും, കാരണം ഒരുപാട് പാലൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ. ഇനി നമ്മളിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരയാണ് ചേർക്കുന്നത്. ഞാനൊരു 3 ആണി ശർക്കര ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ഉരുക്കിയതിന് ശേഷം ഒന്ന് അരിച്ചെടുത്തിട്ട് ചേർത്താലും മതി, പ്രശ്നമൊന്നുമില്ല. ഇങ്ങനെ ചേർക്കുകയാണെങ്കിലും നല്ല പോലെ തന്നെ ഒന്ന് അരിഞ്ഞിട്ട് കിട്ടും കേട്ടോ. പെട്ടെന്ന് തന്നെ ഓവർ സമയമൊന്നും എടുക്കില്ല. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഒരു 15 മിനിറ്റൊക്കെ കഴിയുമ്പം കുറച്ചൊന്ന് തിക്കായിട്ട് തുടങ്ങും. ഇപ്പോൾ അത് തിക്കാവാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് നമ്മളിതിലേക്ക് ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് തന്നെ ആയിട്ടുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല തിക്കായിട്ടുള്ള പാലാണ്, 1 കപ്പ് അളവിലാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്യാണെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. നമുക്ക് പാനിനൊക്കെ ഒന്ന് പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് കടിക്കാനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങാക്കൊത്തും അതുപോലെ നമ്മൾ നേരത്തെ വാട്ടി വെച്ചിട്ടുള്ള പഴം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് കുറുക്കിയിട്ട് എടുക്കണം. അപ്പോൾ അത്ര പണിയുള്ളൂ കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് കുറുക്കിയിട്ട് നല്ലൊരു അലുവ രൂപത്തിലാക്കി മാറ്റാം. ഇടയ്ക്ക് നമുക്ക് 1-2 ടേബിൾ സ്പൂൺ വേണമെങ്കിൽ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം നല്ലപോലെ ഇത് പാനിനൊക്കെ ഒന്ന് വിട്ട് വരുന്ന ഒരു പരുവാവുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലപോലെ ഒന്ന് പാനിനൊക്കെ വിട്ട് വരുന്ന രൂപമാവുന്ന സമയത്ത് മാത്രം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇപ്പോൾ പാനിനൊക്കെ ഒന്ന് വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ലപോലെ കുറുകിയും വന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇത് ഒരു എണ്ണ തടവിയ പാത്രത്തിൽ, ഏത് പാത്രത്തിൽ വേണമെങ്കിലും നമുക്കൊന്ന് ജസ്റ്റ് ചൂട് പോകുന്നത് വരെ ഒന്നൊന്ന് സെറ്റ് ചെയ്തെടുത്താൽ മതി. നമുക്കൊരു ഷേപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിൻ്റെ മുകളിലൊന്ന് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചൊരു ഓയിലുള്ള സ്പൂൺ വെച്ചിട്ട് ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. നല്ല ചൂടൊക്കെ പോയിട്ടുണ്ട്. അത് നമുക്ക് വേറൊരു പാത്രത്തിലേക്കൊന്ന് തട്ടിയെടുത്തതിന് ശേഷം കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളി ടേസ്റ്റാണ്.
അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. താങ്ക് യു.